ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടുകാലത്ത് വിവാഹ വിരുന്നിൽ ഒരു പ്രധാന വിഭവമായിരുന്നു കപ്പ ബിരിയാണി. പഴമയുടെ സ്വാദ് വിളിച്ചോതുന്ന ആ വിഭവം നമ്മുടെ മുത്തശ്ശിമാർ തയ്യാറാക്കി തരുന്ന അതേ രീതിയിൽ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്താലോ? നമ്മൾ അറിഞ്ഞ ആ സ്വാദ് നമ്മുടെ മക്കളും ഒന്നറിയട്ടെ. എന്നാൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡിയാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 3 സവാള, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ ഇഞ്ചി, 5 പച്ചമുളക്, ഒരു ഫുൾ വെളുത്തുള്ളി, 1/2 കിലോ കപ്പ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്, അരമുറി തേങ്ങ, 1/2 കിലോ ബീഫ്. അത് നെയ്യുള്ള ബീഫാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടി നമ്മൾ ഇത് കൊടുക്കുന്നതാണ്. അതിനാൽ എല്ലില്ലാത്ത ബീഫ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആവശ്യത്തിന് യൂസ് ചെയ്യാൻ മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ ഉപ്പ്, മല്ലിപ്പൊടി, കറിവേപ്പില. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അല്പസമയം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം വാടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, എന്നിവ ചേർത്തതിന് ശേഷം അല്പസമയം ഒന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് മൂടി വെക്കാം.
ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടാകും. സെയിം ടൈം തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കുക്കറിൻ്റെ പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഒരു 7 മിനിറ്റ് കുക്കറിൻ്റെ പ്രഷർ പോകുന്നതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ബീഫ് വെന്തോന്നൊന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജിലേക്കാണ് കടക്കുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. സാധാരണ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിലുള്ള നമ്മുടെ മുത്തശ്ശിമാർ തയ്യാറാക്കി തന്ന അതേ രുചിയിലുള്ള ഒരു വെറൈറ്റി കപ്പ ബിരിയാണിയാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഈ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒന്ന് കടുകൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിക്കണം. അതിനായി ഒരു ചട്ടി അടപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ചൂടോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ സ്നേഹനിധികളായ എല്ലാ മുത്തശ്ശിമാർക്കും ഏറ്റവും സ്നേഹത്തോടെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ മുത്തശ്ശിമാരുടെ കൈപുണ്യം വിളിച്ചോതുന്ന
തനി നാടൻ രീതിയിലുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.